ഉത്സവത്തിന് വളരെ മുമ്പ് തന്നെ കരകൗശല വിദഗ്ധർ ഗണപതിയുടെ കളിമണ്ണ് രൂപങ്ങളിൽ തയ്യാറാക്കുന്നു. ആഘോഷത്തിന് മുമ്പ് വീടുകളും പരിസരങ്ങളും ശ്രദ്ധാപൂർവം വൃത്തിയാക്കുകയും ഗണപതിയുടെ രൂപങ്ങൾ അവിടങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. രൂപങ്ങൾക്ക് മുമ്പിൽ പ്രത്യേക സേവനങ്ങൾ നടത്തുന്നു. മന്ത്രങ്ങൾ വായിക്കുകയും വിരുന്നിൻ്റെ 10 ദിവസങ്ങളിലും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും പ്രത്യേക മധുരപലഹാരങ്ങൾ തയ്യാറാക്കി ആദ്യം ഗണപതിക്ക് സമർപ്പിക്കുകയും തുടർന്ന് എല്ലാ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും വിതരണം ചെയ്യുന്നു. ഉത്സവത്തിൻ്റെ 11ാം ദിവസം ഗണപതിയുടെ പ്രതിമകൾ തെരുവുകളിലൂടെ കൊണ്ടുപോവുകയും നൃത്തം ചെയ്തു പാട്ട് പാടുകയും സംഗീത ഉപകരണങ്ങൾ വായിച്ചും ജനക്കൂട്ടം അവയെ അനുഗമിക്കുന്നു. ഗണപതിയുടെ പ്രതിമകൾ നദിയിലോ കടലിലോ നിമജ്ജനം ചെയ്യുന്നു. ആധുനിക കാലത്ത് ഈ ആരാധനയും ആഘോഷവും തെരുവുകളിലൂടെ പോലും അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. പടുകൂറ്റൻ ശില്പങ്ങളുടെ നിർമ്മാണത്തിൽ മത്സരബുദ്ധിയോടെയാണ് ഹൈന്ദവ സംസ്കൃതിയുടെ ഏകീകരണത്തിനായി ഹൈന്ദവർ ഈ ആഘോഷത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിമജ്ജന ഘോഷയാത്ര ഇന്ന് ഹൈന്ദവ ശക്തിയുടെ പ്രകടനമായി രൂപപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.